ഹായ്. എഡ്യൂടെക് ഡൊമെയിനിൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫൗണ്ടേഴ്സും ഓൺടർപ്രണേഴ്സും എല്ലാം തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയേഷൻ സ്റ്റേജിലുള്ള ഒരാൾ ലേണിംഗ് ആപ്പ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായുള്ള യൂട്യൂബും വാട്സപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ സാസ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാൻഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് ആപ്പുകളുടെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ആവുമെങ്കിൽ അതും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള ഓപ്ഷനാണ്. ഓപ്പൺ സോഴ്സ് ആയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ചെയ്യേണ്ട ഉദ്ദേശം നിങ്ങളൊരു ലാർജ് സ്കെയിലേക്ക് പോവുകയാണെങ്കിൽ, ലാർജ് വോളത്തിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള യുണീക്കായുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് അത് ഈസി ആക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് വേണമെങ്കിലൊക്കെയാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂഷനിൽ വരെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു വാല്യൂഷനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് കസ്റ്റമൈസേഷൻ മൊഡ്യൂളുകളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചേഞ്ചുകൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെയും അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ബട്ട് അത് പ്രോസസ്സ് പ്രകാരം ടൈം ടേക്കണായിട്ട് അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടൈം കൂടുതൽ എടുക്കുന്നതും അതിനനുസരിച്ചുള്ള കോസ്റ്റുകൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ ആവാനുള്ള സാധ്യതയും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസിന് കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായുള്ള വശം എന്ന് പറയുന്നത്.